തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾ പക്ക അതിനകത്ത് ബിസിനസ് ഉള്ളതിനകത്ത് മണികണ്ഠൻ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കും, നോ ഡൗട്ട്. കാരണം അങ്ങനെയാണ് അയ്യപ്പൻ. അതിനകത്ത് ലാസ്റ്റ് അവതാറാണ്. നമ്മളങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ളവർക്ക് അയ്യപ്പൻ ഭയങ്കര ഒരു സംഭവം തരാണ്. വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കും ഇപ്പം നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാട് തട്ടിപ്പോയതിനോട് അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ് അല്ലേ. വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ്. അതുകൊണ്ട് ഓൾ ഇന്ത്യൻ ലെവലിൽ ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും. എന്ന് മാത്രമല്ല എഐയുടെ വിശ്വസാധ്യതകൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എത്രയോ അപ്പുറമാണ്. ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊക്കെ 99 26 വർഷം മുമ്പ് ഈ ആകാശഗംഗ ചെയ്യുമ്പോൾ അതിനകത്ത് മയൂരി എന്ന് പറയുന്ന യക്ഷിയുടെ മുഖം ഒന്ന് മോർഫ് ചെയ്ത് പൂച്ചയുടെ കണക്കാക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ പടം കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണും ടി വിയിലൊക്കെ. ആകാശഗംഗ ഹൊറർ പിക്ചറാണ്. അപ്പോൾ ആ ഒരു മോർഫിങ്ങിനന്ന് ഒരു സെക്കൻഡിന് 12,000 റുപ്പീസാണ്. ഇന്ന് 300 500 ഒക്കെയാണെന്ന് മോർഫിങ്. അന്ന് ഭയങ്കര അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ ഞാനായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഒരു സെക്കൻഡ് മോർഫ് ചെയ്യണമെങ്കിൽ 12,000 റുപ്പീസ്. മാത്രമല്ല ഇപ്പം ഈ അത്ഭുതദ്വീപ് കണക്കുള്ള പടം ചെയ്യുമ്പോൾ ഈ ജഗദീഷ് ശ്രീകുമാർ അമ്പിളിച്ചേട്ടനെ കുഞ്ഞനായിട്ട് ഡാൻസ് ചെയ്യിക്കണം. എന്ത് കഷ്ടപ്പാടാണ് നമ്മളന്ന് ചെയ്തത്. അപ്പോൾ അതിനെടുത്തൊരു എഫർട്ട്. ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അമ്പിളിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്താൽ എന്ത് ഡാൻസ് വേണേ നമുക്ക് ജഗദീഷ് ശ്രീകുമാറിനെ കൊണ്ട് കളിപ്പിക്കാമില്ലേ. നമ്മുടെ സാധ്യതകൾ നമ്മുടെയൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. അതിശയം എന്നൊരു പടം ഞാൻ കൊണ്ടുതരുന്നു. ഞാനീ പറയാൻ കാര്യം, പിന്നിൽ ഇത്തരം ഡ്രീമുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. ഒത്തിരി തോട്ട്സ് മനസ്സിൽ. അതൊക്കെ അന്നത്തെ കാലത്തൊന്നും അതിശയൻ്റെ പ്രൊഡ്യൂസർ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗോപാലേട്ടൻ തന്നെ ആയിരുന്നു, ഗോകുലം ഗോപാലൻ. അപ്പോൾ പുള്ളി പറഞ്ഞ 6 മാസം നമ്മൾ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. പടം നിങ്ങൾക്കറിയാം, അത് ഹൾക്ക് കണക്ക് ഒരു കൊച്ചുകുട്ടി വലുതാകുന്ന ഒരു കൺസെപ്റ്റായിരുന്നു. നമുക്കറിയാം എത്രയോ വർഷം എടുത്തിട്ടാണ് അന്നൊക്കെ ഹോളിവുഡ് പടം. നമ്മുടെ നാട്ടിലെ സിനിമയുടെ ഒരു ചെറിയ ബഡ്ജറ്റിക്കും അതിൻ്റെ റിലീസ് ടൈമും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അത് ഞാൻ ഉദ്ദേശിച്ചൊക്കെ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് വന്നില്ല എന്നെ പറ്റി. പക്ഷേ അത്തരം തോട്ട്സ് ഉണ്ടായിരുന്നു. ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലിനെയും അവതരിപ്പിച്ചു CG-യിൽ കൂടി. അന്ന് വലിയ പ്രശ്നമായി. എന്നെ 1-2 വർഷം അന്ന് ഇവർ വിലക്കി വെച്ചു. കാരണം അതൊന്നും പാടില്ല അങ്ങനെ ആരെയും. പിന്നെ ഇന്ന് ആർക്കും ആരെയും ഉണ്ടാക്കാം ഇല്ലേ. ഒരു ലിമിറ്റേഷനും ഇല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെ വേണമെങ്കിൽ AI-യിൽ ഉണ്ടാക്കാം. ഇത് AI ആണെങ്കിൽ ഞാനല്ലേന്നും നമ്മൾ പുറകെ പറഞ്ഞു കിടക്കേണ്ട ഒരവസ്ഥയാണ് ഇന്ന് മമ്മൂക്കും മോഹൻലാലിനും ഒക്കെ. എനിക്ക് തോന്നുന്നു ഒരു വർഷം 100 പടത്തിനൊക്കെ ഡേറ്റ് കൊടുക്കുക ഇല്ലേ. ഫോട്ടോസ് കൊടുത്താൽ മതി. 2-3 വർഷം കൂടെ കഴിയുമ്പോൾ അവരുടെ ഫോട്ടോസ് കൊടുത്താൽ മതി, നമുക്ക് പടം ഉണ്ടാക്കാം. അവരിതുവരെ ചെയ്തതിൽ വലിയ എക്സ്പ്രഷൻസ് അവർ അഭിനയിക്കും, അവർ ആക്ഷൻ ചെയ്യും. AI എന്ന് പറയുന്ന ഈ ഒരു പുതിയ ടെക്നോളജി ഇന്ത്യയിൽ ഒരുപക്ഷെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ഡൗൺ സൗത്തിൽ ഒരുപാട് പ്രൊജക്ട്സുകൾ ഡിസൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. സിനിമയിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അത്തരം സെഗ്മെന്റുകൾ അതിൻ്റെതായിട്ടുള്ള സ്പേസ് എടുത്തുകൊണ്ടിരിക്കും. ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്കും ഫിലിമിൽ നിന്നും ഡിജിറ്റൽ ടെക്നോളജിയിലേക്കൊക്കെ മാറുമ്പോൾ തന്നെ അപ്പുറത്ത് അനിമേഷൻ സിനിമകൾ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഇൻഡസ്ട്രി രൂപപ്പെട്ടു. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടി. ലൈവ് ആക്ഷൻ സിനിമകൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടി. ഇനി നമ്മൾ നോക്കിക്കാണുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു സംഭവമാണ്. ലൈവ് ആക്ഷനിലുള്ള ഒരുപക്ഷെ നമ്മുടെയൊക്കെ മുഖങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന, വേറെ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പൊട്ടൻഷ്യലുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു AI എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടെ വരുന്നു. നമുക്ക് നോക്കിക്കാണാം എങ്ങനെയാണ് ആ ഒരു ഇൻഡസ്ട്രി എവിടെ പോയിട്ടാണ് എങ്ങനെയാണ് സെറ്റിൽ ആവാൻ പോകുന്നത്. പക്ഷെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം, പല പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ആ പോസിബിലിറ്റീസിൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്പേസിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഡയറക്ടർ വിനലും പ്രൊഡക്ഷൻ ഹൗസ് പാപ്പരാസി എടുത്തിരിക്കുന്നത് തോന്നുന്നു. കാരണം ഡൗൺ സൗത്തിൽ പ്രോബബ്ലി ഒരു ലാസ്റ്റ് അവതാർ അല്ലെങ്കിൽ എന്നൊക്കെ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗ് ലൈനിൽ വരുമ്പോൾ ഇറ്റ് ഹാസ് ടു ഹാവ് സം സൂപ്പർ ഹീറോ എലമെന്റ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡൗൺ സൗത്തിലെ ഒരു അൾട്ടിമേറ്റ് പേര് തന്നെയാണ് ഇതിന്റെ ടൈറ്റിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, മണികണ്ഠൻ. ആ ടൈറ്റിലിൽ തന്നെ നമുക്ക് ഒരു ഇമോഷൻ ഉണ്ട്.
പിന്നെ അതിന് വളരെ കണ്ടംപററി സ്വഭാവവും ഒരു നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു മസാല സ്വഭാവവും നമ്മുടെ സിനിമകളുടെ തന്നെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ള മാസ് മസാല എലമെന്റ്സും അത് മ്യൂസിക്കിലാണെങ്കിലും വിഷ്വലിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ്സ് വെരി ഇന്റലിജന്റ്. എന്തായാലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്പേസ് ആണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്യുക. ഭംഗിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അനന്ത സാധ്യതകളാണ് എന്നുള്ളത് ഡൗൺ സൗത്തിൽ തന്നെ കന്നഡ ഇൻഡസ്ട്രിയിലും തെലുഗു ഇൻഡസ്ട്രിയിലും മലയാള ഇൻഡസ്ട്രിയിലും ഒക്കെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുപോലത്തെ ഒരു സ്പേസിലേക്ക് പോകാൻ സാധിക്കട്ടെ. മണികണ്ഠ പറഞ്ഞ മുമ്പ് ഒരു വലിയ ചരിത്രമുണ്ട്. 2008 ഒരു സിനിമ സ്വപ്നങ്ങളായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ലൈജു രാഘവൻ. വളരെ ഇവിടുത്തുള്ള കുറവർക്ക് പരിചയമുണ്ടാവും, സ്റ്റേജിലും വരില്ല. എവിടെയുണ്ട് ലൈജു? കമ്മിയർ വരൂ 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 വരൂ, യു കമ്മിയർ. യു നീഡ് ഓൾ ദ അപ്ലൈസ് ബിക്കോസ് ലൈജുക്ക് ഞാൻ ആ സമയത്ത് ഒരു സ്വപ്നം പറഞ്ഞു, ഗുൽമാൽ പൈസ കൊടുക്കാത്ത സിനിമ പിടിക്കുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഗുൽമാൽ പിടിച്ചു. പൈസ കൊടുക്കാതെ ആ സമയത്ത് പൈസ കൊടുക്കാതെ 20 ലക്ഷം രൂപ തന്ന കഥാപാത്രത്തോട് ഞാനൊരു സക്സനാണ്. അന്ന് എൻ്റെ ഒരു മണ്ട സ്വപ്നത്തിൽ എൻ്റെ കൂടെ നിന്നു. ഞങ്ങൾ ഒരു 22 വർഷത്തെ ബന്ധമുണ്ട്. സോ ലൈജു ഞാനും 2 പടങ്ങൾ ചെയ്തു. പിന്നെ ഞാൻ ലാസ്റ്റ് ഓഫ് ഡയറക്റ്റ് ചെയ്തു. 10 വർഷം നീള് ഞങ്ങൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്ത്. പിന്നെ ഈ പരസ്യം ചെയ്തുകൊണ്ടിടയിലാണ് ഞങ്ങൾ തമ്മിൽ AI-യുടെ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഫോർച്ചുനേറ്റ്ലി സണി ലിയോൺ എന്നൊരു പ്രൊജക്റ്റ് ഞങ്ങൾ ഒരു മാസം മുമ്പ് ബോംബെ ലോഞ്ച് ചെയ്തു. അത് മെയ് 1-ാം തീയതി റിലീസാണ് ടെൻറ്റേറ്റീവ്ലി. ഏപ്രിൽ 10-ാം തീയതി ആയിരിക്കും മണികണ്ഠൻ തരാമുള്ളത്. ഇനി മണികണ്ഠൻ അഫ്കോഴ്സ് ഞാനൊരു അയ്യപ്പ ഭക്തനാണ്, ഞാൻ ശബരിമല പോണതാണ്. പക്ഷെ മണികണ്ഠൻ എനിക്കൊരു തോട്ടാണ്, ഒരു വിശ്വാസമാണ്, ബിലീഫാണ്. someday one day if you believe in what you want it will come. ഇപ്പോൾ വിനൻ സാറ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരിലും മണികണ്ഠനുണ്ട്, എത്രയോ പേര് മണികണ്ഠനുണ്ട്. അപ്പോൾ മണികണ്ഠൻ ഒരു വിശ്വാസമാണ്. ആ മണികണ്ഠനോട് നിങ്ങൾ എല്ലാവരോടും മണികണ്ഠൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ മണികണ്ഠൻ അച്ചീവ് ചെയ്യും.